ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയത്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കും ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമ്മൾ അയച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ തന്നെയാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണം. മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. ലൈൻഡർ പീസ് ഫുള്ള് തീർന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡർ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. എയർ ഫിൽറ്റർ നോക്കുന്ന സമയത്ത് ഇതുമ്പോൾ കിടക്കുന്നത് ഒരു മഹൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ചാത്ത കമ്പനിയാണ്. അതിൻ്റെ എയർ ഫിൽറ്ററാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എയർ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതുമ്പോൾ ഉപയോഗിക്കുന്ന ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ വരാം. ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊടി കയറിയിട്ട് പേപ്പർ ബ്ലോക്ക് ആവുകയും നമുക്ക് ഹെഡിനകത്തേക്ക് പോകുന്ന പെട്രോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടും. അതേപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ, മിസ്സിങ്, അങ്ങനത്തെ പ്രോബ്ലംസ്. അതായത് ഒറ്റയടിക്കല്ല, പെട്ടെന്നല്ല വരാം, പതുക്കെ പതുക്കെ കാർബൺ ഡെപ്പോസിറ്റ് അതിനകത്ത് ആയിക്കൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുക. അപ്പോൾ ഇത് മാറ്റിക്കളയലാണ് ഏറ്റവും സേഫ് കേട്ടോ. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം മാറ്റിയിടാന്നുള്ള. കമ്പനി ആയിട്ട് യൂസ് ചെയ്യുക ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ സീലിന് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ക്ലച്ചിനകത്തൊക്കെ ആയാലും ഈ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് വർക്ക് ചെയ്ത്. അത് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ക്ലച്ച് യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ക്ലച്ച് ശരിക്കും ഡ്രൈ ക്ലച്ചാണ്, CVT ക്ലച്ചാണ് നമുക്ക് സ്കൂട്ടർ മോഡൽ തന്നെ. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. കിക്കർക്ക് വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറും കാര്യങ്ങളൊക്കെയാണ്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഈ ക്ലച്ച് സെറ്റ് ബാക്കിൽ വന്ന ആ ക്ലച്ച് യൂണിറ്റാണത്. ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ നെട്ടൊക്കെ ഇവിടെ ഓൾറെഡി വെട്ടിയൊക്കെയാണ് എടുത്തതാണ്. കാരണം പ്രോപ്പറായിട്ട് ടൂൾസ് ഉപയോഗിക്കാണ്ട് അഴിച്ചിട്ടാണ്, അഴിക്കാൻ കിട്ടാതെ വെട്ടി അഴിച്ചാണ്. അപ്പോൾ നിലവിൽ നമ്മളത് അഴിച്ചിട്ട് ആ നെട്ട് മാറ്റിയിട്ട് കറക്റ്റ് കമ്പനി നെട്ട് നമ്മൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം ടോർക്കിൽ ടൈറ്റ് ആക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് അഴിച്ചിട്ട് കറക്റ്റ് ടോർക്കിൽ, കമ്പനി ടോർക്കിൽ നല്ല പുതിയ നട്ടിട്ടിട്ട് ലോക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടത്തിലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തേക്കാം കേട്ടോ. ക്ലച്ച് ഷൂവിൻ്റെ ഇവിടെയൊക്കെ ആക്ഷൻ ബ്ലേഡൊക്കെ വെച്ച് വരഞ്ഞിട്ടാണ് ഇട്ടേക്കണേ. അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഇടയ്ക്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകേണ്ട ഒരു പാർട്സാണ് ഈ ഐറ്റം. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റിലായാലും അത്യാവശ്യം ഈ ഇതിനകത്തിട്ടാണ് ഗ്രീസിൻ്റെ അളവ് കൂടുതൽ വന്നിട്ടാണ് ആ പ്രശ്നങ്ങൾ വന്നേണേ. കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും ഈ കാണുന്ന മൊത്തം ഗ്രീസാണ് ഈ സൈഡിലുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ വീലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ്. അത് കമ്പനിയായിട്ടൊന്നും തോന്നണില്ല. പക്ഷേ നിലവിൽ കുഴപ്പമില്ല, നമുക്കത് ഉപയോഗിക്കാം. എന്തെങ്കിലും ക്യാഷ് കൊടുത്തും മേടിച്ചാണുള്ളൂ. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എഞ്ചിൻ ഹെഡിൻ്റെ ഈ കവറിൻ്റെ ഈ സൈഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇവിടെ നമുക്ക് ഓയിൽ ലീക്ക് ഉണ്ട് അത്യാവശ്യം. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഓയിലായിട്ടുണ്ട്. താഴേക്ക് വീണ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് കൈയോടെ തന്നെ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ്, ഇതിനകത്ത് തന്നെ റബ്ബർ ഗ്യാസ്കറ്റും ഇവിടെ 2 ബോൾട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം കവർ. ആ കവറിൻ്റെ 2 മൗണ്ട് റബ്ബർ കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ അവിടെ ക്ലിയർ ആയി പോകും. പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ഓൾറെഡി വർക്കിംഗ് ആണ്. പക്ഷേ എന്ന് വെച്ചാൽ ആ കേബിളിനൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിവിടെ ഈ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ടോ. ഇത് വെള്ളത്തിൻ്റെ അംശം ഇറങ്ങി ചെല്ലും. ഓൾറെഡി ചോക്ക് ലോഡായി കിടക്കും, നമ്മളത് അറിയില്ല. അപ്പോൾ അത് കൈയോടെ തന്നെ അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ എൻജിൻ റൂമാണത്. എൻജിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊന്നും അഴിച്ച് കഴിയാകണതിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉള്ളിൽ നമുക്ക് പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പോലെയല്ല, ഉള്ളിൽ നമുക്ക് ഉള്ള ചെളി കാര്യങ്ങളും അത് ഈ കണ്ടീഷനിൽ തന്നെ വളരെ മോശമായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ക്ലീൻ ആവുകയും ചെയ്യും. കൂട്ടത്തികൂടെ നമുക്ക് ചേസിൻ്റെ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാനും വാഷ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമാവും. പിന്നെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വെട്ടലാണ് ഫ്രണ്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് ഓൾറെഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ട് നമുക്ക് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ ബുഷൊക്കെ പോയി കിടന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് വന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നത് ഫൈബറും മെറ്റലും കൂടിയിട്ടുള്ള ബുഷുകളാണ്. ഫൈബർ ബുഷും പ്ലസ് മെറ്റൽ ബുഷും കൂടിയിട്ടുണ്ട്. രണ്ടും അതിനകത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കുഷ്യൻ അസംബ്ലിയുടെ ഈ ഗ്രീൻ ബുഷും കാര്യങ്ങളും ഓവലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈബർ കിറ്റ് മാറ്റിയിടാൻ അതിനേക്ക് ഏകദേശം ഒരു 300 താഴെ 280 രൂപ അടുത്ത് വരും. ഇവിടത്തെയും കൂടി വരുമ്പോൾ ഇതിന് 103 രൂപയാണ് ഈ ബുഷ് വരാം. അപ്പോൾ അത്ര ഐറ്റം മാറ്റിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും.
പിന്നെ അത് നമുക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, കേബിള് പൊട്ടിയാണ് കിടക്കണം. അപ്പോൾ അത് ഒന്ന് റീപ്ലേസ്മെൻറ്റ് ചെയ്തിടാം. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മീറ്റർ വർക്ക് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ ഓൾറെഡി നമുക്ക് വണ്ടിയിൽ ഇരിക്കണതുണ്ടല്ലോ 2019 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ, അതായത് 12 വോൾട്ട് 4 ആംപിയറിൻ്റെ ബാറ്ററി. നമ്മൾ ആ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഓൾറെഡി ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.876 ആ റേഞ്ച് വരുന്നുണ്ട്. വോൾട്ട് കാണിക്കുമ്പോൾ കറക്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോണ്ടല്ലോ, ആംപിയർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ സെൽഫ് കാര്യങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യണുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ആ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് വരാം. ഫസ്റ്റ് കാണിക്കുന്നത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ചാർജ് നമുക്ക് യൂസ് ചെയ്യാം. ആംപിയർ അത്യാവശ്യം ആംപിയർ ഉണ്ടെങ്കിലാണ് മോട്ടോർ എടുക്കുകയുള്ളൂ. ബാക്കി ഹോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അത് വർക്കിംഗ് കാണിക്കും. അപ്പോൾ ഫസ്റ്റ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് സെൽഫിൻ്റെ ആയിരിക്കും. സെൽഫ് എടുക്കാത്ത സിറ്റുവേഷനിലും ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വർക്ക് ആവുകയും ചെയ്യും. എന്നാലും മനസ്സിലാക്കാം ബാറ്ററിയുടെ ആണ്. പിന്നെ നമുക്കതിൻ്റെ ഈ പ്ലഗിൻ്റെ കേസ് നമുക്കൊന്ന് എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ ഒന്ന് പ്ലഗ് കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. കാരണം പ്ലഗ് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഹെഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരിയുടെ പ്രസൻസ് ഉണ്ട്. ഹെഡ് ഓവർ റോളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. 80,000 കിലോമീറ്റർ മുകളിൽ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമുക്കൊരു 30,000 കിലോമീറ്ററിലൊക്കെയാണ് സാധാരണ ചെയ്യേണ്ടി വരാറ്. അപ്പം അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കാണിക്കാൻ വണ്ടി ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്, ഓട്ടത്തിൽ ഓഫായി പോകുന്ന പിന്നെ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസാണ് അതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റുകൾ കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ നോക്കണില്ല. ഈ എയർ ഫിൽറ്ററും പ്ലഗും കൈയോടെ നമുക്ക് മാറ്റിയിടാം. കൂട്ടത്തിയുടെ കാർബറേറ്ററും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ ആ ഫംഗ്ഷൻ അത്രയും അങ്ങോട്ട് ക്ലിയറായി പോയിക്കോളും. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ വണ്ടിക്ക് നമുക്ക് ടയറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ടയറിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ടയർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഉപയോഗിക്കേണ്ടുന്ന രീതിയിലുള്ള ടയറല്ല യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ കിടന്നിരുന്ന ടയറാണ്, അതേപോലെ തന്നെ നമുക്ക് ഇത് ബാക്കിൽ കിടന്നിരുന്ന ടയറാണ്. ശരിക്കും നമുക്ക് ബാക്കിൽ കിടന്ന ടയറിൻ്റെ ഈ സൈഡൊന്ന് ചെറുതായിട്ട് ചെത്തിപ്പോയിട്ടുണ്ട്. ഒന്നാമത് സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ റൈറ്റ് സൈഡ് ഒരു അല്പം തേമാനം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും കാര്യമായിട്ടില്ലെങ്കിലും ചെറിയൊരു തേമാനം ഉണ്ടാവും ഫ്രണ്ട് ടയറിന്. ബാക്ക് ടയറല്ല, ഫ്രണ്ട് ടയറിന്. ഇതിപ്പോൾ ബാക്ക് ടയറാണ് തേഞ്ഞാണ്. ഇപ്പോൾ ശരിക്കും ഈ ടയർ മാറ്റിക്കളഞ്ഞാലാണ് ഈ പറഞ്ഞ 100% വെട്ടലും കാര്യങ്ങളെല്ലാം മാറുകയും ചെയ്യുള്ളൂ. നമുക്കൊരു കംഫർട്ടബിൾ വണ്ടി ഓടിക്കാനും പറ്റുള്ളൂ. 2 ടയറും ഇതിന് അനുയോജ്യമായിട്ടുള്ള ടയറല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ബാക്കിൽ കിടക്കുന്ന ടയർ എമർജൻസി ആയിട്ട് മാറ്റിയിടാണെങ്കിലാണ് ഈ സൈഡ് ഓൾറെഡി വെട്ടി തേഞ്ഞ് പോയി. അപ്പോൾ ബാക്കിൽ കിടക്കുന്ന ടയർ എന്തായാലും മാറ്റിക്കളയാം. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ, അപ്പോൾ ബാക്കിൽ ടയർ മാറ്റുമ്പോൾ ആ പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. ഈ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇടാം. ഇപ്പം നിലവിൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ എടുത്തിട്ട് ബാക്കിലേക്ക് ഇടാം, പുതിയ ടയർ ഫ്രണ്ടിലിടാം. അതാണ് ശരിക്കും അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് പുതിയ ടയർ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യണതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ നോക്കിയാലും എത്രയൊക്കെ ടയർ ഏതൊക്കെ കമ്പനിയോട് മേടിച്ച് നല്ല ടയർ മേടിച്ചിട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു 5,000 കിലോമീറ്റർ 6,000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും ബാക്കിൽ കിടക്കുന്ന ടയറായാലും ഫ്രണ്ടിൽ കിടക്കുന്ന ടയറായാലും ഫ്രണ്ട് ടയർ അത്യാവശ്യം ലൈഫ് കിട്ടും. ബാക്ക് ടയർ ഈ പറഞ്ഞ രീതിയിൽ ചെറിയൊരു സൈഡ് ലിവ് റൈറ്റ് സൈഡിലുണ്ടാവും. കാര്യമായിട്ടല്ല, ഇതിപ്പോൾ ഓവറായിട്ടൊന്ന് കാണിക്കണേ. പിന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ തീരുന്നതിൻ്റെ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡ് ചെറുതായിട്ടൊരു തേമാനം വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇടാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാനും കിട്ടും. ആ റൊട്ടേഷനാണ് ക്ലിയറായിട്ട് വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കാനും. അത് ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരു ടയർ മാറ്റാം, ഒരു ടയർ തന്നെ യൂസ് ചെയ്യാം. ഒരു ടയർ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. അത് കമ്പനിയുടെ മോഡൽ സാപ്പർ എന്ന് പറയും, ആ മോഡൽ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഇത്രയും കേസുകളാണ് ഇപ്പോൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട പറയുന്നത്. നമുക്ക് റീപ്ലേസ്മെൻറ്റിൻ്റെ പാർട്സുകളുടെ ലീസ്റ്റ് ഒന്നുകൂടി പറയാം. ഒന്ന് നമുക്ക് ആ ടയറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കേസ് പറയാൻ വിട്ടുപോയതാണ്. ബാക്കും ഫ്രണ്ടും ബ്രേക്ക് ലൈനർ തീർന്നാൽ നിൽക്കണം കേട്ടോ. കാരണം അത്യാവശ്യം ഉപയോഗിച്ച് തീർന്നതാണ്. കമ്പനി ലൈനർ തന്നെയാണ് ഫ്രണ്ടിലും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ബ്രേക്കിൻ്റെ ലൈനർ മാറ്റാം, ബാക്കിലെ ടയർ മാറ്റാം. ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് ഈ നട്ട് മാറ്റിയിടാം. ഇതുമ്മേ കിടക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒന്നുമല്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെ മിസ്റ്റുഷിയുടെ കമ്പനിയുടെ ആണ്. ഹോണ്ടയുടെ ടയർ ബെൽറ്റ് അല്ല കിടക്കണേ. നിലവിലെ ബെൽറ്റിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ബെൽറ്റ് തൽക്കാലം തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും ആണോ എമർജൻസി ആയിട്ട് മാറ്റേണ്ടത്. എയർ ഫിൽറ്റർ എടുത്ത് കളയാം. പ്ലഗ് ഓൾറെഡി നമുക്ക് മാറുന്ന ടൈമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എയർ ഫിൽറ്റർ കിടന്നതിൽ നിങ്ങൾക്ക് പിന്നീട് വലിയ പണി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കാര്യമായിട്ട് പറയണത്. പിന്നെ ചോക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട്, ചോക്ക് കേബിൾ മാറ്റിയിടാം. അതേപോലെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുക. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റുമ്പോൾ കൂട്ടത്തിയുടെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. അപ്പോൾ ആ ഫംഗ്ഷൻ കറക്റ്റായി പോകാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ നമുക്കിവിടെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആണ്. അതൊന്നുമില്ല, കാരണം ഫോം ടൈപ്പാണ് വരാം, മൊത്തം പൊടിഞ്ഞു പോയി. അപ്പോൾ അത് വലിയ റേറ്റ് ഒന്നും ഏകദേശം ഒരു 30 രൂപ റേറ്റൊക്കെ വരുള്ളൂ. അത്ര റേറ്റാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. സ്പീഡോമീറ്റർ കേബിൾ, ഫ്രണ്ടിൽ ഗ്രീൻ പുഷ് ഐറ്റംസ്. ബാറ്ററിയുടെ കേസ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ തൽക്കാലം ഇപ്പോൾ എസ്റ്റിമേറ്റിലൊന്നും കൂട്ടണില്ല. നമുക്ക് കംപ്ലൈൻറ്റ് കാണിച്ച് 100% കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ, ഇത്രയും കേസാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ കാണാം. കറക്റ്റ് ഞാൻ ഒരു എസ്റ്റിമേറ്റ് കൂടിയും റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അപ്രോക്സിമേറ്റ് നമുക്ക് ഏകദേശം അത്ര വരും എന്നുള്ള നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതൊരു എസ്റ്റിമേറ്റ് ആകാം. മറ്റും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഈ ഫുള്ളായിട്ട് വാഷിങ് അടക്കം ചെയ്യുന്ന എസ്റ്റിമേറ്റാണ് പറയുന്നത്. അതായത് ഫുള്ളായിട്ട് ഇവിടെ ഫ്രണ്ട് ബാറ്ററി പറഞ്ഞ ഈ സൈഡിൽ പറഞ്ഞ മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ പറയാം ഈ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പണി കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് പോകുകയാണെങ്കിൽ കൂട്ടത്തിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ ടച്ച് ചെയ്തിടാം. പിന്നീടുള്ള വലിയ കംപ്ലയിൻറ്റ്സ് വലിയ ഇതിനകത്തേക്ക് പോകുന്നത് നമ്മളിതിൻ്റെ കവറിങ്ങിൻ്റെ ഉള്ളിലായത് നമ്മൾ അറിയില്ല. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ.